പൂരം അലങ്കോലപ്പെടുത്തിയതിൽ പോലീസ് ഗൂഢാലോചനയുണ്ടെന്ന മുൻമന്ത്രി വി.എസ്. സുനിൽകുമാർ. അനിഷ്ട സംഭവങ്ങളുടെ പിന്നിൽ അന്നത്തെ കമ്മീഷൻ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട്. അന്വേഷണ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടണമെന്നും സുനിൽകുമാർ ആവശ്യപ്പെട്ടു. എന്നാൽ അജിത് കുമാറിന് അതിൽ പങ്കുണ്ടോ എന്നറിയില്ലെന്നും സുനിൽകുമാർ കൂട്ടിച്ചേർത്തു. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അന്ന് നടന്ന വസ്തുതകളാണ്. ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ആ പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് ഇപ്പോ അന്ന് ഈ പറഞ്ഞ ആളുകൾ പലപ്പോഴും അന്ന് ഈ പൂരത്തിന്റെ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ ആൾക്കാരും ഇപ്പൊ എന്താ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്ന ആരും ആവശ്യപ്പെടാത്ത എന്താ അതിന്റെ സത്യസ്ഥിതി അറിയാൻ ആർക്കും താല്പര്യമില്ലാത്തതുകൊണ്ടാണോ? അപ്പൊ സത്യസ്ഥിതി പുറത്തു വരട്ടെ. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഇപ്പൊ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ശരിയുണ്ടോ അതിൽ തെറ്റുണ്ടോ എന്നൊക്കെ അപ്പോഴെല്ലാം അറിയാൻ പറ്റുള്ളൂ. തൃശ്ശൂരിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി മനോജ് ചേരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായി. മനോജ്, ചെറിയ ആരോപണമല്ല, വലിയൊരു ആരോപണമാണ് CPI നേതാവിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്, മുൻമന്ത്രി സുനിൽകുമാറിൽ നിന്നുണ്ടായിരിക്കുന്നത്. അതായത് ഈ പൂരം അട്ടിമറിയിൽ പോലീസ് ഗൂഢാലോചന ഉണ്ട് എന്നാണ് സുനിൽകുമാർ ആരോപിച്ചിരിക്കുന്നത്. മാത്രമല്ല, റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്തു വരുന്നില്ല എന്നുകൂടി ചോദിച്ചിരിക്കുന്നു അദ്ദേഹം. അന്ന് വലിയ ആവേശം കാണിച്ചവർ ഇന്ന് ആ ആവേശം കാണിച്ച് മുന്നോട്ട് വരുന്നില്ല എന്നും ചോദിച്ചിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും ഈ ഇത്തരത്തിൽ തന്നെയാണ് വി.എസ്. സുനിൽകുമാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഈ റിപ്പോർട്ട് പുറത്തു വരണമെന്ന് തന്നെയാണ്. കാരണം പൂരം അലങ്കോലപ്പെടുത്തുവാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഗൂഢാലോചന നടത്തി എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. മുൻ മന്ത്രി കൂടിയാണ് അദ്ദേഹം തന്നെയാണ്. ഈ മുഖ്യമന്ത്രി ഒരു മാസത്തിനകം ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്. എന്നാൽ അത് പുറത്തുവിട്ട് 5 മാസം കഴിഞ്ഞിട്ടും പുറത്തുവിട്ടിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ തന്നെ പൂരത്തിനിടയിൽ നടന്നിട്ടുള്ള അനിഷ്ട സംഭവങ്ങളുടെ പിന്നിൽ അന്ന് ഉണ്ടായിരുന്ന കമ്മീഷണർ അങ്കിത് അശോകനാണ് എന്നുള്ള കാര്യം, അതോടൊപ്പം അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയാണ്, അവരൊക്കെ തന്നെ പുറത്തു വരണം എന്നുള്ള കാര്യം എന്തായാലും വലിയ തരത്തിലുള്ള ഒരു ജനവികാരം തന്നെയായിരുന്നു. കാരണം കഴിഞ്ഞ പൂരത്തിനിടയിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾ, മടത്തിൽ വരവ്, അതുപോലെ തന്നെ വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്കിടയിൽ പോലീസ് അനാവശ്യ ഇടപെടൽ നടത്തി വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. പൂരപ്രേമികളെയും അതോടൊപ്പം തന്നെ ക്ഷേത്ര ജീവനക്കാരെയും അടക്കം മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി, ആട്ടിപ്പായിക്കുന്ന സാഹചര്യമുണ്ടായി. ക്ഷേത്ര പരിസരത്ത് നിന്നും പല തരത്തിലും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുണ്ടായി. അന്ന് തന്നെ ഹൈന്ദവ സംഘടനകൾ വലിയ പ്രതിഷേധവുമായി എത്തിയിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ വി.എസ്. സുനിൽകുമാർ ഈ ഒരു പൂരം ഇത്തരത്തിൽ ഉണ്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങൾക്കൊക്കെ പിന്നിൽ പ്രവർത്തിച്ചവരാരാണ് എന്നും പോലീസ് ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നും ഒക്കെ പ്രതികരിക്കുന്നത്. ഇതിൽ തന്നെ താൻ ഇരയാക്കപ്പെട്ടു എന്നുള്ള കാര്യവും കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഇതിന് പിന്നിൽ എം.ആർ. അജിത് കുമാറിന് പങ്കുണ്ടോ എന്ന് അറിയില്ല എന്നുള്ള കാര്യവും, അതോടൊപ്പം തന്നെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുടെ അദ്ദേഹം നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു കമ്മീഷണർക്ക് ഉൾപ്പെടെ കൃത്യമായിട്ടുള്ള പങ്കുണ്ട്. എന്തായാലും ഈ തൃശൂർ പൂരം ദിവസം ADGP എം.ആർ. അജിത് കുമാർ തൃശ്ശൂരിൽ ക്യാമ്പ് ചെയ്തിരുന്നു. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് അതിൽ വി.എസ്. സുനിൽകുമാർ വ്യക്തമാക്കുന്നത്. കാരണം ഈ ഒരു പോലീസിനെതിരെയുള്ള ആരോപണങ്ങൾ, അതോടൊപ്പം തന്നെ പോലീസിനുള്ളിലുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വരുവാൻ തുടങ്ങിയ സമയത്താണ് ഇത്തരത്തിൽ ഒരു ആരോപണവുമായി വി.എസ്. സുനിൽകുമാർ തന്നെ ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ഈ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നോ, അതോടൊപ്പം തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും എന്താണ് ഇതിന് പിന്നിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ പുറത്തു വരട്ടെ എന്നുള്ള കാര്യമാണ് വി.എസ്. സുനിൽകുമാർ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇത്തരത്തിൽ പൂരം നടന്ന സമയം, ആ ഒരു സമയത്തൊക്കെ തന്നെ പോലീസിന്റെ ഇടപെടൽ, ആ ബാരിക്കേഡ് വെച്ച് ജനങ്ങളെ അടച്ചിട്ടതും, അതോടൊപ്പം തന്നെ വലിയ തരത്തിൽ ഈ ഓരോ ചടങ്ങുകൾക്കുമിടയിൽ അനാവശ്യമായി ഇടപെട്ടുകൊണ്ട് പൂരത്തെ തകർക്കുവാൻ ശ്രമിച്ചു എന്നുള്ള കാര്യം തന്നെയാണ്. അത്തരം ഒരു സാഹചര്യത്തിലാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നത്. പിന്നീട് അങ്കിത് അശോകനെ, കമ്മീഷണറെ അവിടെ നിന്നും സ്ഥലം മാറ്റുന്നു. എന്തായാലും അതിനുശേഷം ഈ റിപ്പോർട്ടിന്റെ കാര്യം ഒന്നും തന്നെ മിണ്ടിയിട്ടില്ല. ഇത്തരത്തിൽ മറ്റൊരു നടപടിയും അത് സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ്. അതിൽ തന്നെയാണ് ഇപ്പോൾ വി.എസ്. സുനിൽകുമാർ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ കൃത്യമായും ഈ റിപ്പോർട്ട് പുറത്തു വരേണ്ടതുണ്ട്. ഇതിൽ ആരൊക്കെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പുറത്തു വരേണ്ടത്. അനിൽ, മനോജ്, ഈ പൂരം അലങ്കോലപ്പെടുത്തിയതിനെ കുറിച്ച് ആരാണ് അന്വേഷിക്കുന്നത്? ഈ എന്തുകൊണ്ടാണ് റിപ്പോർട്ട് പുറത്തു വരാൻ കാലതാമസം? റിപ്പോർട്ട് ഇതിനകം സമർപ്പിച്ചിട്ടുണ്ടോ? സമർപ്പിച്ചതിന് ശേഷം അത് മൂടിവെക്കുകയാണോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് MLA പറയുന്നത്? ആരിലേക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത്? ഒരു മാസം കൊണ്ട് അന്വേഷണ റിപ്പോർട്ട് ഇത് പൂർത്തിയാക്കിയ ശേഷം
നൽകാൻ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ 5 മാസം കഴിഞ്ഞിട്ടും റിപ്പോർട്ട് പുറത്തു വിട്ടിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇതിൽ സുനിൽകുമാർ വ്യക്തമാക്കുന്നത്. ഇതിൽ തന്നെ കമ്മീഷണറായിട്ടുള്ള അങ്കിത് അശോകൻ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ട് എന്നുള്ള കാര്യവും, അതോടൊപ്പം തന്നെ മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം അത് പുറത്തു വരണമെന്നുള്ള കാര്യം തന്നെയാണ് VS സുനിൽകുമാർ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിൽ ഉന്നത ഇടപെടലുകൾ ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു, ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം VS സുനിൽകുമാർ തന്നെ വ്യക്തമാക്കുകയാണ്. അതിന് പിന്നിൽ താൻ ഇരയാക്കപ്പെട്ടു എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഈ പോലീസിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അവരെ ഇതിന് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരാണെന്നുള്ള കാര്യവും പുറത്തു വരണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ VS സുനിൽകുമാർ മുന്നോട്ട് വയ്ക്കുന്നത്. അനന്യ.